ഇന്നലെ ഏകദേശം ഒരു രാത്രി 12:40 രണ്ട് ബൈക്കിലായിട്ട് 6ഓളം യുവാക്കൾ വരികയും രണ്ട് ബൈക്കിൽ ഇന്ധനം നിറയ്ക്കുകയും ശേഷം കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു. അപ്പം വന്ന ചെറുപ്പക്കാരെല്ലാം അത്യാവശ്യം ലഹരിയിലായിരുന്നു. അപ്പം പെട്രോൾ ചോദിച്ചപ്പം രഞ്ജിത്ത് പറഞ്ഞു നൽകാൻ പറ്റത്തില്ല, കാരണം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്, കുപ്പികളിൽ ലൂസായിട്ട് ഇന്ധനം നൽകണ്ടെന്ന് 2 ആഴ്ചയ്ക്ക് മുന്നേ തൊട്ട് ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പമ്പിൽ നിന്ന് പെട്രോൾ ലൂസായിട്ട് കുപ്പികളിൽ കൊടുക്കുന്നതല്ല. അപ്പം ഇന്നലെ വന്ന അതേ കക്ഷികൾ തന്നെ ഒരു ദിവസം മുന്നേ മിനിഞ്ഞാന്ന് രാത്രിയിലും വന്ന് ഇന്ധനം ആവശ്യപ്പെട്ടു, കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു. അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രകോപനം എന്നുള്ള രീതിയിലാണ് ഇന്നലെ വന്നിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും. രഞ്ജിത്തിനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു, നെഞ്ചത്ത് അടിച്ചു, ഇതുപോലെ ഷർട്ട് വലിച്ചു കീറി. ഇത് ഇടയ്ക്ക് പിടിച്ചു മാറ്റാൻ വന്ന നമ്മുടെ വേറൊരു വൃദ്ധനായിട്ടുള്ളൊരു സ്റ്റാഫുണ്ട്, 75 വയസ്സുള്ളൊരു ചേട്ടനുണ്ട്, അദ്ദേഹത്തെയും പിടിച്ച് തെള്ളുകയും അടിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു കസ്റ്റമർ ആയിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി അദ്ദേഹവും ഇവരെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ച് അവരെയും അസഭ്യം വിളിക്കുകയും പുള്ളിയെയും പിടിച്ച് തെള്ളി മാറ്റുകയും ചെയ്തു. എന്നാൽ രാത്രി പോലീസ് സ്റ്റേഷനിലായിരുന്നുണ്ടെങ്കിൽ വിളിച്ച് അറിയിച്ചായിരുന്നു, പക്ഷെ ആരും തന്നെ വന്നില്ല. അവർ ഇനിയൊരു പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെ അവർ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ വിളിച്ചാൽ മതി, അവരെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ പെട്രോൾ പമ്പിന്റെ ബാക്കിലോട്ട് പിടിച്ച് തെള്ളിക്കൊണ്ട് പോയി വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. രഞ്ജിത്ത് ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ശേഷം തലയ്ക്ക് നല്ല പരിക്കുണ്ട്. അദ്ദേഹം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും നൽകിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഇതുപോലെ ചെറുപ്പക്കാര് ഈ ലഹരി ഉപയോഗം കാരണം വന്നുള്ള ഓരോരോ പ്രശ്നങ്ങൾ കാരണം ജോലി ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇത്രയും പൈസയും രാത്രിയിലത്തെ കളക്ഷനും പൈസയൊക്കെ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഇത് കാരണം ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിഞ്ഞാന്ന് ഇതേ കക്ഷികൾ തന്നെ മിനിഞ്ഞാന്ന് വന്ന് പെട്രോൾ ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. അന്ന് വാക്കുകാർക്ക് ഉണ്ടായി, അങ്ങ് പോയി. ഇന്നലെ വീണ്ടും കൂടുതൽ ആൾക്കാർ 6 പേരോളം 2 ബൈക്കുകളിലായിട്ട് വന്ന് വീണ്ടും ഈ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി. അതായിരുന്നുണ്ടെങ്കിൽ തരാൻ പറ്റത്തില്ലെന്ന് തീർത്തു പറഞ്ഞു. സ്റ്റാഫിനെ, രഞ്ജിത്തിനെ അടിച്ചു, ഇന്നലെ ക്രൂരമായിട്ട് അടിച്ചു. അവരുടെ വണ്ടിയിൽ 2 വണ്ടികളിലായിട്ട് 50 രൂപ 60 രൂപയ്ക്ക് അടിച്ചതിന് ശേഷം കുപ്പിക്കതിൽ ചോദിച്ചു. രഞ്ജിത്ത് നൽകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തുടർന്ന് അടിക്കുമായിരുന്നു. CCTVക്ക് അതിലെല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. അതുകൂടെ ചേർത്താണ് ഇപ്പോൾ പത്തനംതിട്ട സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. രാത്രിയിൽ പറ്റത്തില്ല. അതുമാത്രം ലഹരി ഇത് വന്ന് ചോദിച്ച ആൾക്കാരും അത്യാവശ്യം ലഹരിയിലായിരുന്നു. അതുകൂടാതെ ഇപ്പം നമുക്ക് കുപ്പിക്കകത്തിൽ കൊടുക്കണ്ടെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഓർഡർ വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ലൈസൻസിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് അത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ളത് തീർത്ത് പറഞ്ഞു. തുടർന്നുണ്ടായ പ്രകോപനമാണ്. ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതന്നെ കാര്യം. 4 സ്റ്റാഫുണ്ട് നമുക്ക് രാത്രിയിൽ. 4 പേരുണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ചെറുപ്പക്കാർ ഉണ്ടാക്കുന്നത്. തലയ്ക്ക് ഹെൽമെറ്റ് വലിച്ച് അടിക്കുന്ന ഒരടി അടിച്ചു തലയുടെ സൈഡിൽ. അപ്പം അടി നടന്നു. അദ്ദേഹത്ത് പുറത്തും നെഞ്ചത്തും ഒക്കെ വലിച്ച് അടിച്ചു. അപ്പം എക്സ്റേ എടുക്കാൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാ രഞ്ജിത്ത്. തലയ്ക്ക് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഹോസ്പിറ്റലിൽ പോവാ. വേദന ഉണ്ട്, ഭയങ്കര വേദനയാണ്. ഈ സൈഡ് ഭയങ്കര വേദനയാണ്. രാത്രി പോലീസുകാർ വിളിച്ചു. പോലീസുകാർ വന്ന് ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ മതി വന്നു. ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. രാത്രി പോലീസ് വന്നില്ല. രാത്രി പോലീസ് ഒന്നും വന്നില്ല. എത്ര യുവാക്കളുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. അല്ല, ഇന്നലെ മിഞ്ഞാൻ പെട്രോൾ കൊടുത്തില്ല. അപ്പൊ ഇന്നലെ ആൾക്കാർ കൂട്ടി വന്ന് അടിപ്പിച്ചില്ല. മിഞ്ഞാന്ന് പെട്രോൾ വേണം കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്നലെ ആൾക്കാർ 6 പേര് വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് ഈ സമയത്തല്ല വന്നില്ല. അന്ന് കൊടുത്തില്ല, പെട്രോൾ കുപ്പില്ല. അത് ചോദിക്കാൻ ഇന്നലെ വന്നു, ആൾക്കാർ കൂട്ടിക്കൊണ്ട് വന്നു. വീണ്ടും പെട്രോൾ വേണം. ജോലി ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഓരോരുത്തർ ഈ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും കഴിച്ചിട്ടാണ് ഇവിടെ വന്നത്. മാനേജ്മെൻറ്റ് പറയുന്നത് കുപ്പിയിലും മറ്റു കാര്യങ്ങളിലും പെട്രോളും അതുപോലുള്ളത് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ചെറുപ്പക്കാർ പിള്ളേരാണ് ഇപ്പോൾ കൂടുതലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. ഞങ്ങളോട് വന്ന് രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനേ പറ്റുന്നില്ല. ദിവസവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ രണ്ട് തവണ ഈ പ്രശ്നം ഉണ്ടായി. രാത്രി കൂടെ ജോലി ചെയ്ത ഒരാളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. ഇന്നലെ പകൽ എനിക്ക് തന്നെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്യാൻ പറ്റാത്തൊരു
സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാര ശമ്പളത്തിലാണ് ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത്. പിന്നെ പൈസ ഞങ്ങളിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസ അതുപോലെ തിരിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബാധ്യതയായിട്ട് മാറുന്നതാണ്. പകലാണെന്നുള്ള സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ കേൾക്കുകയാണ് ഞങ്ങളെ വന്ന് അനാവശ്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ഭാഷകളാണ് ഞങ്ങളോട് ഉപയോഗിക്കുന്നത്.